ലോകത്ത് എത്ര രാജ്യമുണ്ട് സാർ? ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്ന് പറയുന്നവരത് ചില ലക്ഷ്യം വെച്ചിട്ട് പറയുന്നതാണ്. അല്ലാതെ യുദ്ധം ലോകത്തുണ്ടായ എല്ലാവർക്കും പ്രയാസം ഉണ്ടാവും. യുദ്ധത്തിന് ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം എന്താ? മോഡി ആരാ രാജ്യത്ത്? മോഡി അവസാന വാക്കാണോ ഇന്ത്യ ലോകരാജ്യങ്ങളിൽ? അങ്ങനെയാണോ? ഇന്ത്യ ഇടപെടണ്ടേ? ഇന്ത്യയുടെ പല സഹാക്കന്മാരും ചോദിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഇന്ത്യ ഇടപെടണ്ടേ? ഇന്ത്യ ഇടപെടുന്നില്ല ഇവരോട് പറഞ്ഞോ? ഇന്ത്യയുടെ വിദേശകാര്യ നയം എന്താണെന്ന് ഇവരോടൊക്കെ ചർച്ച ചെയ്തിട്ടാണോ തീരുമാനിക്കുന്നത്? ഇവരെന്തർത്ഥത്തിലായി പറയുന്നത്? ഇപ്പൊ തന്നെ എണ്ണ വന്നു എന്ന് പറയുന്നു. അത് എവിടെ ചർച്ച ചെയ്തിട്ട് എവിടെ സംസാരിച്ചാ വന്നത്? കമ്മ്യൂണിസ്റ്റുകാരൻ സംസാരിച്ച് വന്നാണോ? രാഹുൽ ഗാന്ധി സംസാരിച്ച് വന്നാണോ? അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഏത് സമയത്ത് ഇടപെടണം, ഏത് രൂപത്തിൽ ഇടപെടണം, ഇന്ത്യൻ ജനതയുടെ ഇംഗിതം കാക്കാൻ ഏതൊക്കെ രൂപത്തിൽ പെരുമാറണം എന്നുള്ളത് ഇന്ത്യ ഇപ്പൊ ഭരിക്കുന്ന കക്ഷിക്ക് സുഖമായിട്ട് അറിയാം. അതിൽ ആരും വിരളി പുടേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ യുദ്ധം ലോകത്തിന് ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല. എല്ലാവർക്കും പ്രയാസമായിരിക്കും. നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മൊനാർജി സ്റ്റേറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മോഡിയെ ഇടിച്ച് താറടിച്ച് കാണിക്കണമെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മോഡി ലോകരാജ്യങ്ങളുടെ അവസാന വാക്കാണോ? ഏതൊക്കെ രാജ്യങ്ങൾ? ലോകരാജ്യങ്ങളുടെ അവസാന വാക്ക് മോദിയൊന്നുമല്ല. പക്ഷേ ഇന്ത്യയെ പോലെ ഒരു രാജ്യം എല്ലാ കാലത്തും, നെഹ്റുവിന്റെ കാലം മുതൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ എല്ലാ രാജ്യങ്ങളും വിശ്വസിക്കുന്ന അങ്ങനെ ഒരു പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. ആ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യം, ലോകരാജ്യത്ത് ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ, രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ അതിൽ മധ്യസ്ഥം പറയാൻ, അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാൻ, അങ്ങനെയൊക്കെ ഇടപെടാൻ ശേഷിയുള്ള ഒരു രാജ്യമാണ്. ഏതെങ്കിലും ഒരു ശാക്തിക ചേരിക്ക് അടിപ്പെട്ട് ജീവിച്ച ഒരു രാജ്യമല്ല ഇന്ത്യ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്ത്യ അങ്ങനെ ഇടപെടണമെന്ന് ആഗ്രഹിക്കും. അതൊരു തെറ്റാണോ? ഇപ്പം അടിമപ്പെട്ടാണോ ഇന്ത്യ രാജ്യം ജീവിക്കുന്നത്? സാറിന്റെ ചാനൽ ഔദ്യോഗികമായി പറയാനാവോ അമേരിക്കക്ക് അടിമപ്പെട്ടാണ് ഇന്ത്യ രാജ്യം പ്രവർത്തിക്കുന്നതെന്ന് പറയാനാവോ? ഞാൻ അമേരിക്കയ്ക്ക് അടിമപ്പെട്ടാണെന്ന് ഞാൻ പറഞ്ഞോ? ഇന്ത്യ ഇടപെടേണ്ട, ഇന്ത്യയിൽ തന്നെ ശക്തമായ രീതിയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നില്ലേ? ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെടണം. ഇടപെടാൻ കഴിയുന്ന രാജ്യങ്ങൾ ലോകത്ത് 3-4 ഉള്ളൂ. അത്തരം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അങ്ങനെ ഇടപെടാനുള്ള ശേഷി തെളിയിച്ചിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടായിരുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇടപെടണമെന്നുള്ള ആവശ്യത്തെ നിങ്ങൾ എങ്ങനെയാണ് അതിനെ മറ്റു രീതിയിൽ കാണുന്നത്? ഞാൻ എങ്ങനെയും കാണുന്നില്ല. ഓരോ കത്തും വാഴ വെട്ടുന്നു എന്ന് പറഞ്ഞ പോലെ ഈ ഇവിടെ ഗ്യാസിന്റെ ക്ഷാമം ഉണ്ടാവരുത്, ഇന്ത്യക്കാർക്ക് കുഴപ്പമുണ്ടാവരുത്, ഇന്ത്യക്കാരെല്ലാം ആശങ്ക നിൽക്കുന്നു. ഇവിടെ ഗ്യാസിന്റെ ക്ഷാമം വരുന്നു, സ്വാഭാവികമായും ആളുകൾ ചർച്ച ചെയ്യില്ലേ? അപ്പോൾ അതെല്ലാം നിങ്ങൾ ചർച്ച ചെയ്യരുതെന്ന് പറയുന്നത് എന്താണ്? പക്ഷെ അതിൽ മോഡി ഇടപെടണം എന്ന് പറഞ്ഞാൽ എന്താ? മോദി ഇടപെടണമെന്നല്ല, ഇന്ത്യ ഇടപെടണമെന്നാണ് പറയുന്നത്.